ഇവിടെ അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ചിത്രീകരണമല്ല. അതിനേക്കാൾ അപ്പുറത്ത് ഭക്തന്മാരായ അയ്യപ്പന്മാർക്ക് നേരത്തെ ഉണ്ടായ ക്ഷതം ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് തീർക്കണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഒരു നല്ല രൂപത്തിലുള്ള മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ കേസ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവില്ലേ? നമ്പർ 2, വനിതാ പ്രവേശനത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് സ്റ്റാൻഡ് എന്താണ് എന്ന് നിസ്തർക്കമായി ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയില്ലേ? ഇവിടെ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിലിരിക്കുന്ന ഏറ്റവും വലിയ വേദന അതാണ്. അതുകൊണ്ടാണ് പന്തളം കൊട്ടാരവും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ കേസ് വിഡ്രോ ചെയ്യാൻ തയ്യാറാകണം. വനിതാ പ്രവേശനത്തെ സംബന്ധിച്ചുള്ള നിലപാട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അവരുടെ അഫിഡവിറ്റ് വിഡ്രോ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കല്ല, വിഡ്രോ ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ചെയ്തതിന് ശേഷം വേണമായിരുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ആലോചിക്കാൻ. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി ഞാനിതിനകത്ത് പൊളിറ്റിക്സേ കാണുന്നില്ല. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്നുള്ളതല്ല, ഇവിടെ ആഗോളാടിസ്ഥാനത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനുണ്ടാക്കിയ വേദനയും ദുഃഖമുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാർക്കുണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുനിന്ന് ഈ ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ കേസ് പിൻവലിച്ചു, ഒരുപാട് അയ്യപ്പന്മാരുടെ ഭക്തരുടെ കേസ് പിൻവലിച്ചു. പിൻവലിക്കാത്ത കേസുകൾ ചില അക്രമകാരികൾ, ചില പ്രത്യേക ഉദ്ദേശത്തോടെ വന്നവരുടെ മാത്രമാണ് ഇപ്പോഴും പിൻവലിക്കാത്തതെന്നാണ് സർക്കാർ. അപ്പോൾ അയ്യപ്പ ഭക്തന്മാരെ രണ്ടാക്കുകയാണോ? അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അയ്യപ്പ ഭക്തന്മാരെന്ന് പറയുന്ന ഒരു ഭക്ത സമൂഹമുണ്ട്. ആ ഭക്ത സമൂഹത്തെ രണ്ടാക്കുകയാണ്. ഇഷ്ടപ്പെട്ട കേസുകൾ വിഡ്രോ ചെയ്തു, ബാക്കിയുള്ള കേസുകൾ നിലനിർത്തി. എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്യാമോ? എല്ലാം ഒരു കോമൺ കോസിന് വേണ്ടി നിന്നവരല്ലേ? ആ കോമൺ കോസിന് വേണ്ടി നിന്ന ആളുകളെ എന്തിനാ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്യല്ലേ? അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഒരു ഉത്തരവ് കൊടുത്താൽ അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ട് വന്നിട്ടുള്ള കേസുകൾ കോടതിയിലെത്തുമ്പോൾ ഗവൺമെൻറ് അത് വിഡ്രോ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങളത് പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ? അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തത് കൊണ്ട് അത് ഗവൺമെൻറ് മാത്രമേ ചെയ്യാൻ പറ്റൂ. അവിടെ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഗവൺമെൻറ് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലല്ല ഞാൻ ചോദിച്ചത്. എൻ്റെ ചോദ്യം ഒന്നുകിൽ മനസ്സിലാക്കാതെ എന്നോട് ഇങ്ങോട്ട് മറുചോദ്യം ചോദിച്ചതാണ്. നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റസ് ക്വോ ആൻറ്റി ആക്കണം. പണ്ട് എന്തുണ്ടായിരുന്നു അതിലേക്ക് പോകണം. ആ പണ്ട് എന്തുണ്ടായിരുന്നു എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും അറിയാം. അതിന് വിരുദ്ധമായ നടപടികളുണ്ടായി. പാതിരാവിലെ സ്ത്രീകളെ കൊണ്ടുവന്ന് അവിടെ ശബരിമല സന്നിധാനത്തിലെത്തിച്ചില്ലേ? അവിടെ ശ്രീകോവിലിനകത്ത് കയറിയില്ലേ? അതിനെക്കുറിച്ചുള്ള പ്രക്ഷോഭം ഉണ്ടായില്ലേ? രാജ്യവ്യാപകമായ അസ്വസ്ഥത വന്നില്ലേ? ഇതെല്ലാം ഉണ്ടായതിനു ശേഷം അതൊന്നും പരിഹരിക്കാതെ ഒരു പുതിയ നടപടിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ജനവിഭാഗങ്ങളെയും ഗവൺമെൻറ്റിന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അയ്യപ്പ ഭക്തന്മാരെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അതുകൊണ്ട് അതിന് പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരണമെന്നാണ് നമ്മൾ പറയുന്നത്.